വിതുരയിൽ ആംബുലൻസ് തടഞ്ഞുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ചികിത്സ വൈകി രോഗി മരിച്ചതിൽ ശക്തമായ നടപടികളുമായി പോലീസ് എന്ന വാർത്ത വരുന്നുണ്ട്. മരിച്ച മണലി സ്വദേശി ബിനുവിന്റെ ബന്ധുക്കളുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. വിവരങ്ങളുമായി സലീം മാലിക് കാണിച്ചു വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ ഏത് അറ്റം വരെ പോകാം, അത് നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ, എന്തിനെയൊക്കെ അനുവദിക്കണം, എന്തൊക്കെ അനുവദിക്കാതിരിക്കണം എന്നുള്ള ഒരു വിവേചന ബുദ്ധി, ഇതൊന്നും ഇല്ലല്ലോ എന്ന ചോദ്യം ഉയർത്തിയ ഒരു സംഭവമാണല്ലോ ഇത്. ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഔചിത്യമില്ലാത്ത പ്രതിഷേധം എന്ന് തന്നെ പറയണം. അത് ഏത് നിലയിലാണെങ്കിലും ആംബുലൻസ് തടഞ്ഞു നിർത്തി ഒരു പ്രതിഷേധം നടത്തുന്നത്, അതല്ലെങ്കിൽ ആംബുലൻസ് തടഞ്ഞുള്ള പ്രതിഷേധം ഔചിത്യമില്ലാത്ത പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിൽ ശക്തമായ നടപടിക്കൊരുങ്ങുകയാണ് പോലീസ് ഇപ്പോൾ. നിലവിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ വിഷയത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത FIR ഇട്ടത്. അതിന് പിന്നാലെ തന്നെ ഇന്ന് വിശദമായി പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. കാരണം എത്ര മിനിറ്റ് ആംബുലൻസ് തടഞ്ഞു എന്നത് ഈ കേസിലെ നിർണായകമായ കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് രോഗിയില്ലാത്ത സമയത്തുള്ള 5 മിനിറ്റ് മാത്രമായിരുന്നു പ്രതിഷേധം എന്നുള്ളതാണ്. പക്ഷേ പോലീസ് FIR-ൽ 2:30 മുതൽ 2:47 വരെയുള്ള സമയത്ത് ഈ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ആ വാദം അവിടെ തന്നെ പൊളിയുന്നുണ്ട്. അതിന് ബലം നൽകുന്ന നിലയിലുള്ള CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ ഡോക്ടറുടെ മൊഴി കൂടിയുണ്ട്. ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തും, വീട്ടുകാരുടെ മൊഴിയും രേഖപ്പെടുത്തും. യൂത്ത് കോൺഗ്രസ് പറയുന്നത് മരിച്ച ബിനുവിന്റെ കുടുംബം ഇതുവരെയും പരാതി നൽകിയിട്ടില്ല, കേസ് രാഷ്ട്രീയ പ്രേരിതം എന്നാണ്. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തായാലും മനസ്സിലാകുന്നത് അങ്ങനെയല്ല. കാരണം അവിടെ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ആംബുലൻസിൽ കയറ്റാൻ കാലതാമസം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഉചിതമായ നടപടി തന്നെ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഉയരുമ്പോഴും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഈ വിഷയത്തിൽ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആ സമരത്തെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ആ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ ന്യായീകരിച്ചുകൊണ്ടോ ഏതെങ്കിലും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് ഈ ഘട്ടത്തിൽ ഇതുവരെയും രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്നലെ രാവിലെ ഓടുകൂടി ഉണ്ടായ വാർത്തയാണ്. ഇന്നെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഈ വിഷയത്തിൽ എന്ത് എന്ന പ്രതികരണം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. സംഘടനാതല നടപടി ഉൾപ്പെടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യവും നോക്കിക്കാണുന്നുണ്ട്. കാരണം ഒരു DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കണ്ടാലറിയുന്ന 10 പേർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഒരുപക്ഷേ ഇന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കടന്നേക്കും. സ്മിത, ക്രിസ്റ്റീന. യെസ്, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.